ഏറ്റവും ഗുരുതരമായ പാപം ഷിർക്ക് ജനങ്ങളിൽ ആദ്യമായി സംഭവിച്ചത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനതയിലാണ്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതുപോലെ കാന ബൈന ഖൗമി നൂഹിൻ വ ആദം 10 ഖുറൂൻ. ആദമിൻ്റെയും നൂഹിൻ്റെയും അലൈഹിമു സ്വലാത്തു വസ്സലാം അവരുടെ രണ്ടുപേരുടെയും തലമുറകൾക്കിടയിൽ 10 തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെല്ലാം അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്തിരുന്നവരാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമൂഹത്തിലാണ് ശിർക്ക് സംഭവിച്ചത്. എങ്ങനെയാണ് നൂഹ് നബിയുടെ സമൂഹത്തിൽ ശിർക്ക് സംഭവിച്ചത്? വിശുദ്ധ ഖുർആനിൽ അതിൻ്റെ ചരിത്രം അള്ളാഹു സൂറത്തു നൂഹിൽ വിവരിച്ചിട്ടുണ്ട്. قال نوح ربي إنهم عصوني واتبعوا من لم يزده ماله وولده إلا خسارة. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് നടത്തിയ പ്രാർത്ഥനയിൽ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവെ, ഈ ജനങ്ങൾ അവരെന്നെ ധിക്കരിച്ചിരിക്കുന്നു. അവർക്ക് പരലോകത്ത് നഷ്ടമല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിച്ചു നൽകാത്ത പുരോഹിതന്മാരെ, വഴിപിഴപ്പിക്കുന്ന ആളുകളെ, നേതാക്കന്മാരെ അവർ പിൻപറ്റിയിരിക്കുന്നു. വമക്കറു മക്കറൻ കുബ്ബാറ, അവർ വലിയ കുതന്ത്രമാണ് അള്ളാഹുവെ നടത്തിയിരിക്കുന്നത്. അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നതിന് വേണ്ടി, ശിർക്ക് ചെയ്യുന്നതിന് വേണ്ടി അവർ വലിയ കുതന്ത്രമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വഖാലു ലാ തദറുന്ന ആലിഹതകും, അവർ പറഞ്ഞു ലാ തദറുന്ന, നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. വലാ തദറുന്ന ആലിഹതകും, നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസ്റ, വദ്ദിനെയോ സുവാഇനെയോ യഗൂസിനെയോ യഊഖിനെയോ നസ്റിനെയോ നിങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് ആ നാട്ടിലുള്ള പ്രമാണിമാർ അവരുടെ കീഴിലുള്ളവരോട് പറഞ്ഞു. എന്താണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞ ഈ വദ്ദും സുവാഉം യഗൂസും യഊഖും നസ്റും എന്താണ്? ആരാണ് ഈ പറയുന്ന ആളുകൾ? നൂഹ് നബിയുടെ സമൂഹത്തിൽ ആദ്യമായി ശിർക്ക് വന്നത്, ആദ്യമായി മനുഷ്യരിൽ ശിർക്ക് സംഭവിച്ചത് ഈ 5 ആളുകളുടെ കാര്യത്തിലാണ്. ഇബ്നു അബ്ബാസ് ഈ 5 ആളുകളെ കുറിച്ച് അദ്ദേഹം പറയാൻ, ഹാദിഹി അസ്മാഉ റിജാലിൻ സാലിഹീന മിൻ ഖൗമി നൂഹ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമിൽ ഉണ്ടായിരുന്ന സാലിഹീങ്ങളായ ചില ആളുകളുടെ പേരുകളാണിത്. കല്ലുകളുടെ പേര് എന്നല്ല അദ്ദേഹം പറഞ്ഞത്, കാഫിരീങ്ങളുടെ പേര് എന്നല്ല പറഞ്ഞത്, വിഗ്രഹങ്ങളുടെ പേര് എന്നല്ല പറഞ്ഞത്, പുണ്യവൃക്ഷങ്ങളുടെ പേര് എന്നല്ല പറഞ്ഞത്. അസ്മാഉ റിജാലിൻ സാലിഹീൻ, സാലിഹീങ്ങളായ ചിലരുടെ പേരുകളായിരുന്നു ഇത്. ജീവിച്ചു മരിച്ചുപോയ ആളുകൾ, ഔലിയാക്കന്മാർ, അവരുടെ പേരുകളായിരുന്നു ഇത്. ഫലമ്മ ഹലകു ഔഹ അശ്ശൈത്താനു ഇലാ ഖൗമിഹിം, അവർ മരിച്ചുപോയപ്പോൾ, ഈ സാലിഹീങ്ങൾ മരണപ്പെട്ടപ്പോൾ പിശാച് അവരുടെ ജനങ്ങൾക്ക് സന്ദേശം നൽകി. അനിൻസിബു ഇലാ മജാലിസിഹിം അല്ലതി കാനൂ യജ്ലിസൂന ഫീഹാ അൻസാബ, ഈ ഔലിയാക്കന്മാർ വദ്ദും സുവാഉം യഗൂസും യഊഖും നസ്റും എല്ലാം അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഇരുന്നിരുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ ചില നാട്ടക്കുറികൾ സ്ഥാപിക്കുക, അവരെ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി. നോക്കണം, ശിർക്ക് വന്ന രൂപം നോക്കൂ നിങ്ങൾ, എത്ര സൂക്ഷ്മമായിക്കൊണ്ടാണ്. അതുകൊണ്ട് ഉലമാക്കളിൽ ചിലർ പറഞ്ഞത്, ശൈത്താൻ ചിലപ്പോൾ 100-200 വർഷങ്ങൾക്കപ്പുറത്തേക്കുള്ള പ്രവർത്തനം ചിലപ്പോൾ വളരെ ചെറിയ ഒരു നീക്കത്തിലൂടെ ആയിരിക്കും ആരംഭിക്കുക, ഒരു ചെറിയ ഒരു കാര്യത്തിലൂടെ തുടങ്ങിയപ്പോൾ ഈ പറഞ്ഞ സാലിഹീങ്ങൾ അവർ ഇബാദത്തിന് വേണ്ടി മാറിയിരുന്നിരുന്ന സ്ഥലങ്ങളിൽ ഒരു നാട്ടക്കുറി സ്ഥാപിക്കണം. നോക്കൂ, ശൈത്താൻ അവർക്ക് കൊടുത്ത വഹയായിട്ടാണ് ഇബ്നു അബ്ബാസ് അതിനെ പറഞ്ഞത്. ഇന്ന് ഇതേപോലെ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്? ഔലിയ നടന്നുപോയ സ്ഥലം, ഔലിയ ഇരുന്ന സ്ഥലം, ഔലിയ കുളിച്ച സ്ഥലം, ഔലിയ കുളിച്ച കുളം. നമ്മുടെ നാട്ടിലത് ഈ അടുത്തുള്ള ജാറം, അവിടെയുള്ള ആ കിണറ്റിലെ വെള്ളത്തിന്റെ പോരിശ പറയാനുള്ള കാരണം എന്താണ്? ആ കിണറ്റിലേക്കൊന്ന് തുപ്പി എന്നതാണ്. അതുകൊണ്ട് അതിലെ വെള്ളം വലിയ പോരിശയുള്ള വെള്ളമാണ് എന്നാണ് വിശ്വാസം. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് അദ്ദേഹം പറയുന്നു, വശമ്മൂഹ ബി അസ്മാഇഹിം, അവർ ഈ കാണുന്ന നാട്ടക്കുറികൾ അവക്ക് ഈ പറഞ്ഞ ഔലിയാക്കന്മാരുടെ പേരിട്ട് നൽകി. വദ്ദിരുന്ന സ്ഥലത്തുള്ള നാട്ടക്കുറിക്ക് വദ്ദ് എന്ന പേര്, സുവാഇ ഇരുന്ന സ്ഥലത്ത് സുവാഇ എന്ന പേര്, ഇങ്ങനെ. ഫഫഅലു ഫലം തുഅബദ്, അങ്ങനെ അവരത് ചെയ്തു. പിശാചിന്റെ കൽപ്പന, അവന്റെ വസ്വാസ് കാരണം ഇവർ ഈ പണി ചെയ്തു. ഫലം തുഅബദ്, അവരുടെ കാലഘട്ടത്തിൽ ഇതിനെ ഒരാളും ആരാധിച്ചിട്ടില്ല. ഹത്താ ഇദാ ഹലക ഉലൈക വതനസ്സഖ അൽഇൽമു ഉബിദത്, പിന്നീട് ഈ പറഞ്ഞ നാട്ടക്കുറികൾ എന്തിനാണ് സ്ഥാപിച്ചത് എന്ന വിവരവും വിജ്ഞാനവും ആളുകൾ മറന്നുപോയപ്പോൾ ആളുകൾ അതിനെ ആരാധിക്കാൻ തുടങ്ങി. നോക്ക് നിങ്ങൾ, ഔലിയാക്കന്മാരുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന ഈ അതിരുകവിച്ചിലാണ് മനുഷ്യരുടെ ചരിത്രത്തിൽ ആദ്യമായി ശിർക്ക് വരാനുണ്ടായ കാരണം. പിന്നീട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് വന്ന് തൗഹീദിലേക്ക് അവരെ ക്ഷണിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളെ കാക്കക്കാരനവുമാരായി ഞങ്ങൾ കേട്ടതാണിത്, ഞങ്ങളിതിനെ ഒഴിവാക്കില്ല. ആദം നബി മുതൽ പഠിപ്പിച്ച തൗഹീദ് അവർ മറന്നുപോയി. ശൈത്താൻ അവർക്ക് പറഞ്ഞു കൊടുത്ത ശിർക്ക് അത് അവരുടെ മതമായി അവർ സ്വീകരിച്ചു.